ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അയക്കൂറ നല്ല പങ്കിട്ട് ചുടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല വലിയ അയക്കൂറ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം മസാല ഇടാൻ വേണ്ടിയിട്ട് നല്ല ലൈനൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ട് വയറിലൊക്കെ കൊണ്ടുവച്ച് വയറിലയിൽ ചുരുട്ടിയിട്ട് ഫോയിലും കൂടെ ചുറ്റി തീയിൽ വെച്ചിട്ട് ചുട്ടിട്ട് തിന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. അങ്ങനത്തെ മസാല അതിലേക്ക് പിടിപ്പിക്കേണ്ട മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, മസാല ഒന്ന് ശരിക്കും അങ്ങ് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല കാശ്മീരി ചില്ലിലങ്ങ് ഉണ്ടാക്കിയ മസാല കേട്ടോ. ഏകദേശം 5 കിലോ വലിപ്പം വരുന്ന മീനാണ് കേട്ടോ നമ്മൾ ചുടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മസാല പിടിപ്പിക്കേണ്ട പരിപാടി ഇതാ തുടങ്ങിയിരിക്കുന്നു ഗെയ്സ്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആ വിരഞ്ഞ വരൻ്റെ ഇടയിലൊക്കെ നല്ല പാങ്ങി നല്ല ഉണ്ടാക്കിയിട്ട് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ ചിലക്കൻ്റെ അകത്തും ഒക്കെ അങ്ങ് മസാല ഇട്ട് നിറക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലയോട് കൂടിയിട്ടുള്ള റെസിപ്പി കിട്ടണമെങ്കിൽ എൻ്റെ ചിലക്കൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. നല്ല അടിപൊളി മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതാ ഏകദേശം അല്ല അതിൻ്റെ അകത്തേക്കെല്ലാം അങ്ങ് കുത്തി നിറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ അയക്കൂറ അഥവാ കിങ് ഫിഷ് ചുടൽ. എന്താ വെച്ചാൽ ഇപ്പം ഈ UAE അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പം. അതുകൊണ്ട് തണുപ്പിൽ നല്ല തീയൊക്കെ നല്ലപോലെ കത്തിച്ചിട്ട് അങ്ങ് തീരെ വെച്ചിട്ട് അങ്ങ് ചൂട്ടിട്ട് ചൂടോടെ അങ്ങ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഗെയ്സ്. അപ്പോൾ ഇതാ അങ്ങനെ മസാല ഒക്കെ സെറ്റാക്കി 2 സൈഡ് നല്ലപോലെ സെറ്റാക്കി പിടിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ വായലെല്ലാം അങ്ങ് ചുരുട്ടി കെട്ടിയിട്ട് അതിൻ്റെ അലുമിനിയം ഫോയിലെല്ലാം ഇട്ട് നല്ലപോലെ ബന്ധാക്കി വെക്കേണ്ടതുണ്ട്. 2 സൈഡ് നല്ലപോലെ മസാല പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നല്ലപോലെ പാക്കിങ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. തീയിൽ വെച്ചിട്ട് ചുടുന്നത് കൊണ്ട് നല്ലപോലെ ഫോയിലിട്ടിട്ട് ചുട്ടേണ്ട പ്രധാനൊരു ഘടകമാണ്. അല്ലെങ്കിൽ ഫോയിൽ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ ആകെ പണി കിട്ടും. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പാക്കിങ് ചെയ്യാം. ഇങ്ങനെ ഇതാ പാക്കിങ് ആരംഭിച്ചിരിക്കുന്നു. അടിപൊളിയായിട്ട് വായരലൊക്കെ അതിൽ വെച്ചിട്ട് നല്ലപോലെ വായരലയിൽ കവർ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ തീയിലിട്ട് ചുടുന്നത് കൊണ്ട് നല്ല ടൈറ്റിൽ തന്നെ 3-4 പ്രാവശ്യം അലുമിനിയം ഫോയിൽ ചുറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കമ്പൗണ്ടിട്ട് അങ്ങനെ പൊട്ടിപ്പോയാൽ പണി കിട്ടും. അങ്ങനെ ഇതാ ഏകദേശം പാക്കിങ് കഴിയാറായി. ഇതാണ് നല്ല അടിപൊളിയായിട്ട് നല്ല പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ച് ഒരു പകുതി പീസും ഒരു ഫുൾ പീസാണുള്ളത് കേട്ടോ. അങ്ങനെ ടോട്ടൽ 5 കിലോ വെയിറ്റ് വരുന്ന അയക്കൂറയാണ്. അപ്പം പാക്കിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് നമ്മൾക്ക് അടുത്ത ഘടകം ഇതെടുത്തിട്ട് നല്ല മണലുള്ള സ്ഥലത്തേക്ക് പുറത്ത് മരുഭൂമിയിലേക്ക് പോയിട്ട് നല്ല തീയൊക്കെ ഉണ്ടാക്കി ചുടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അങ്ങനെ നമ്മൾ മരുഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ ചങ്ങായിമാരും എത്തിക്കഴിഞ്ഞു. അങ്ങനെ തീയൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടിപൊളിയായിട്ട് നല്ല തീക്കനലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി അതിലേക്ക് നമ്മുടെ അയക്കൂറിനെ അങ്ങ് വെച്ച് കിടക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് പുറത്ത്. എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ട് സെറ്റായിട്ട് മഞ്ഞുള്ള എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ അടുത്തത് നമ്മളെ മീൻ കനലിലേക്ക് വെക്കുക എന്നുള്ളൊരു രീതിയാണ്. ഏകദേശം ഫുള്ള് മീൻ ആദ്യം വെച്ചു കനലിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തൊരു 1/2 പീസുണ്ട്, അതും കൂടെ സൈഡ് വെച്ചിട്ട് നല്ല പോലെ വിറകൊക്കെ വെച്ച് കത്തിച്ച് തീ കനലാക്കേണ്ടതുണ്ട്. അടുത്ത പരിപാടി 2 നമ്മൾ മീനെല്ലാം അതിൽ കനലിൽ വെച്ചു. അടുത്തത് അതിൻ്റെ മുകളിലേക്ക് വിറകൊക്കെ വെച്ചിട്ട് നല്ലപോലെ തീ കത്തിക്കണം. ഈ വെയിൽ നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെയൊക്കെ എല്ലാ വൈബ് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് 2 കാര്യം, നമുക്ക് തണുപ്പിന് ചൂടുവെള്ളലുമായി അതിൻ്റെ കൂടെ തന്നെ മീൻ വേവലുമാവും. അപ്പം 2 നടക്കും. അപ്പോൾ ഏകദേശം നല്ല വിറകൊക്കെ നല്ല അതിൻ്റെ മുകളിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കാർബോർഡൊക്കെ ഇട്ടിട്ട് ഒരു തീ പിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ വിറകിനൊക്കെ നല്ല കനലായിട്ട് കിട്ടും. നമുക്ക് അപ്പോൾ അതിലൊരുക്കങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഏകദേശം നമ്മളെ ചങ്ങായിമാരൊക്കെ സജീവമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ആൾക്കാരും കൂടെ വരാൻ ബാക്കിയുണ്ട്.
നല്ല തണുപ്പുണ്ട്. അവിടെ എല്ലാവരും തലയൊക്കെ അങ്ങ് മൂടി വെച്ചിട്ടുണ്ട്. മഞ്ഞ് വീണക്കണ്ട, ജലദോഷം വന്നക്കണ്ട, പനി പിടിച്ചേക്കണ്ട, നല്ല ഭയത്തോട് കൂടി എല്ലാവരും ഇതാ സജീവമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതാ തീയാളി കത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് ചായ റെഡിയാകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പാത്രം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്ത് പറക്കുന്ന സമയത്ത് തീ കൊള്ളലുമായി, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചായ കൂടി നടക്കും. അതൊക്കെ കൂടി സെറ്റാകുമ്പോഴത്തേക്ക് മീനങ്ങ് ബന്ധ് സെറ്റായിട്ടുണ്ടാവും. അപ്പം അതിനു വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാ ചങ്ങാതിമാരും. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെ മീൻ ബന്ധ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ സ്പീക്കറിലും കൊണ്ട് പാട്ട് പാടുന്നുണ്ട് ഒരു ടീം അതിന് വേണ്ടിയിട്ട്. ഏകദേശം നമ്മളെ മീൻ സെറ്റാവാറായിട്ടുണ്ട്. ഏകദേശം നല്ല കനലങ്ങ് നമ്മളെ മീനങ്ങ് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. മീൻ നല്ല ആവേശത്തിൽ ഇതാ എല്ലാവരും കട്ട വെയിറ്റിങ്ങിൽ നമ്മളെ അച്ചങ്ങൈമാരെല്ലാം സജീവമായിട്ട് വന്നു കഴിഞ്ഞു. തണുത്ത് പിറക്കുന്ന ഈ ഒരു സമയത്ത് ഇതൊക്കെ വൈബ് വേറൊരു രക്ഷയില്ലാത്തൊരു വൈബാട്ട്. ഇതൊക്കെ മാഷാ അല്ലാഹ് അടിപൊളി. അപ്പോൾ ഇതാ നമ്മളെ മീൻ ഏകദേശം നല്ല കനലങ്ങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ് ചായ ഒരു ഭാഗത്ത് നിന്ന് നല്ല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത പരിപാടി ചായ കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനും കുബൂസ്, അമ്മൂസ്, സലാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി അതാണ്. അപ്പോൾ ഇതാ ഏകദേശം കനലൊക്കെ ആയിട്ട് മീൻ ബന്ധെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിറകൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീൻ എടുക്കാനുള്ളൊരു പരിപാടിയിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് കനലിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് നല്ല ഇരുന്നാൻ പറ്റുന്ന നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ അടുത്ത പരിപാടി എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ മീൻ തന്നാൻ വേണ്ടിയിട്ടില്ല. അയക്കൂറയാണ്. അയക്കൂറ മാഷാ അല്ലാഹ് ഏകദേശം നല്ലപോലെ വന്നിട്ടുണ്ടാവുന്ന നല്ല രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മീൻ കനലിൽ നിന്ന് എടുക്കുകയാണ്. സൂപ്പർ സൂപ്പർ. അങ്ങനെ ഞങ്ങൾ മരുഭൂമിയിൽ വെച്ച് ഇന്ന് അയക്കൂറ ചുട്ട് കഴിഞ്ഞു ഗൈസ്. നമ്മൾ UAE നിന്ന് അയക്കൂറ ചുട്ടു. ഇനി മറലത്ത് വട്ടം കൂടി ഇരുന്നിട്ട് അങ്ങനത്തെ നാലൊരുക്കങ്ങളിലേക്ക് പോവുകയാണ്. ഇനി നല്ല ഒന്നര തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും മൂടിക്കെട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ കനലിൽ നിന്ന് ഇതാ അയക്കൂറ എടുക്കുകയാണ്. ഏകദേശം വെന്ത് കഴിഞ്ഞു. എല്ലാവരും നല്ല ഒരുക്കങ്ങളിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കുന്നത് കാണാം. ഇതാ ഏകദേശം നമ്മളിതാ എടുത്ത് കൊണ്ടുപോലെ ഇനി നല്ല വേറെ വട്ടത്തിൽ ഇരുന്ന് തിന്നാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മളെ മീനിനെ കൊണ്ട് മാറ്റി വെക്കുകയാണ്. ഇതാ ഇങ്ങനെ ഇതാ സംഭവം സെറ്റ്. ഇനി അടുത്തത് വട്ടം കൂടി ഇരുന്ന് തിന്നുക എന്നുള്ളത്. അങ്ങനെ ഒരു പീസ് കൊണ്ടുവച്ചു. അങ്ങനെ അടുത്ത പകുതി പീസ് എടുക്കാൻ വേണ്ടി അതും കൂടി എടുക്കും. അതും കൂടെ എടുത്തു. അത് മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും തിന്നാലിരിക്കത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് കൂടിച്ചാടി വരികയാണ്. ഇതാ അങ്ങനെ നല്ല വെളിച്ചത്തിൽ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ച് എല്ലാവരും തിന്നാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട് കാണാം. ഏകദേശം ചങ്ങായിമാരെല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. തിന്നാല് സെറ്റപ്പിൽ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചങ്ങായി കൂട്ടായ്മ അയക്കൂറ ചുട്ട് വട്ടം കൂടി ഇരുന്ന് നട്ടപ്പാതിരാക്ക് തിന്നാനൊരുക്കത്തിലേക്ക് കിടക്കുകയാണ് ഗൈസ്. അങ്ങനെ നട്ടപ്പാതിര സമയത്ത് UAE വെച്ച് അബുദാബിയിൽ വെച്ച് ഞങ്ങളിതാ രാത്രി ഏകദേശം വെളുപ്പിന് ഏകദേശം 2 മണിയായിട്ടുണ്ട് ഏകദേശം. അങ്ങനെ എല്ലാവരും വട്ടം കൂടി ഇരുന്ന് സെറ്റ്. അപ്പോൾ നമുക്ക് എലിമിനെ പോയി നമ്മൾ അയക്കൂറനെ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അത് കാണാം. അങ്ങനെ ആയിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം എല്ലാവരും ഇരുന്ന് സെറ്റായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ പൊളിക്കുകയാണ്, ഓപ്പൺ ആക്കുകയാണ്. എലിമിനെ പോയി നന്നായിട്ടില്ല കേട്ടോ. ഇത്രയും തീയിൽ കത്തിച്ചിട്ട് ഒന്നും ഒരു ഡാമേജും വരാതെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അമ്മൂസ് കയറി പാത്രത്തിൽ റെഡി. അമ്മൂസിൻ്റെ ഇതുപോലെ സലാഡ് ഉണ്ട് ഒക്കെ ഉണ്ട്. എല്ലാം സെറ്റ്. അങ്ങനെ അടുത്തത് കുബൂസും കുട്ടി അയക്കൂര തിന്ന നല്ല ലക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്.
ഓപ്പണാക്കട്ടെ ധൃതി കൂട്ടണ്ട എല്ലാവരും സാവകാശത്തിൽ ഓപ്പൺ ചെയ്യുക. നമുക്കിതാ അക്കൂറ ഓപ്പൺ ചെയ്യലായി രക്ഷിതാ. പുള്ളി നല്ല വായരലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കി. അവിടെ നല്ല വായരൻ്റെ സ്മെല്ല് കാര്യങ്ങളുണ്ട്. അടിപൊളി. പക്ഷേ ഇതാ നല്ല പോലെ ഇതാ വായരലൊക്കെ വെച്ചതുകൊണ്ട് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഇതാ നമ്മളെ അക്കൂറ ഇതാ നല്ല അടിപൊളി മസാലൊക്കെ പിടിച്ച് വെന്ത് കഴിഞ്ഞു. അത് നല്ല ധൃതിയോട് കൂടി ഇതാ കുബൂസിനായിട്ട് നിരത്തുകയാണ്. ടിപ്പിട്ടി എന്നാണ് പറയണ്ട. ഇതാ അരപ്പീസ് ഇതാ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വേറൊരു പാർട്ടി ഇതാ കുറച്ച് 2 സെക്ഷനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ അരമുറി കൊടുത്തു, അപ്പുറം ഫുൾമുറിയിലേറ്റ് ഒരാൾ. മാഷാല്ലാ സൂപ്പർ. പ്രവാസത്തിൽ നിന്ന് ഇതൊക്കെ മാഷാല്ലാ ഒരു വൈബ് വേറൊരു ലെവലാണ്. ഇതിൻ്റെ ഒരു സന്തോഷം വേറൊരു ലെവലാണ്. അതാ ഇവിടെ അടി തുടങ്ങിയതാ പോളിങ്, ശക്തമായ പോളിങ്ങോട് കൂടി ഇതാ മാഷാല്ലാ അങ്ങനെ കുറേ അടിച്ച് പേരിച്ച് കയറ്റുന്നുണ്ട്. മാഷാല്ലാ സൂപ്പർ. അങ്ങനെ ഉണ്ട് ചാന്നൊരു എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാം. മാഷാല്ലാ സൂപ്പർ എന്തായാലും നല്ല അഭിപ്രായമാണ് പറയുന്നത്. മാഷാല്ലാ അങ്ങനെ നിങ്ങളിതാ അയക്കൂറ കിങ്ഫിഷ് ചുട്ട് തിന്നുകയാണ്. സൂപ്പർ. മാഷാല്ലാ ഏകദേശം സെറ്റ് വൈബ് വേറെ ലെവലിൽ. ഓക്കെ സലാഡൊക്കെ സെറ്റാണ് കേട്ടോ. അതിനടുത്ത് സലാഡും കൂടെ മുകളിലേക്ക് വെതറിയിട്ട് അതും കൂടെ കൂട്ടിയിട്ട് തിന്നാം. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോസുമായി അടുത്ത് നല്ലൊരു ഫുഡായിട്ട് വരാം. സലാഡൊക്കെ ഇട്ട് സെറ്റ് ഇതാ. അപ്പോൾ ഇതാ നമ്മുടെ പരിപാടി ഏകദേശം തീരാനായിട്ടുണ്ട്. എല്ലാം നല്ല പോളിങ്ങോടെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ ബൈ.